ഇന്നലെ കഴിഞ്ഞ ദിവസം മുക്കത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നു. പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. യുവതി ഫോണിൽ ഗെയിം കളിക്കുന്നതിനിടെയാണ് പീഡന ശ്രമം ഉണ്ടായത്. ഫോണിന്റെ റെക്കോർഡിംഗ് സംവിധാനം ഓണായിരുന്നു. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്ന് സംസാരിക്കാൻ ഒച്ചുണ്ടാക്കി നിന്ന് മാനം പോവും. ഒച്ചുണ്ടാക്കി നിന്ന് മാനം പോകും. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്ന് സംസാരിക്കാൻ ഒച്ചുണ്ടാക്കി നിന്ന് മാനം പോവും. ഒച്ചുണ്ടാക്കി നിന്ന് മാനം പോകും. MS അനീഷ് കുമാർ ചേരുന്നു. ഞെട്ടിപ്പിക്കുന്ന വാർത്തയ്ക്ക് പുറകെ വരുന്ന ശബ്ദം കൂടിയാണ്. അതായത് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ആ യുവതിക്ക് സംഭവിച്ചത്. ടെറസിൽ ഇരിക്കുമ്പോഴാണ് പീഡന ശ്രമം ഉണ്ടായത്. അലറി വിളിക്കുന്ന ശബ്ദം കേൾക്കാം. MS അനീഷ് കുമാർ, ആ ലോഡ്ജ് ഉടമ അടക്കമുള്ളവരെ കണ്ടുപിടിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നടന്നത് കൃത്യമായിട്ടുള്ള ഒരു പീഡന ശ്രമമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അതിൽ വലിയ സമ്മർദ്ദമുണ്ടായിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവ് പോലും ഈ ശബ്ദങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായും അപർണ, നമ്മളെ ഞെട്ടിപ്പിക്കുകയും ഒരുപക്ഷെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശബ്ദവും ദൃശ്യവുമാണ് പുറത്തു വന്നിരിക്കുന്നത്. എത്രമാത്രം സ്വയം ചെറുതായപ്പോൾ അല്ലെങ്കിൽ സ്വയം പ്രതിരോധിക്കാൻ തോന്നിയപ്പോഴാണ് ആ കുട്ടി ആ വീടിന്റെ മുകൾ നിലയിൽ നിന്നും താഴേക്ക് ചാടിയത് അല്ലെങ്കിൽ ചാടാൻ ആ കുട്ടിയെ പര്യാപ്തമാക്കിയത് എന്നതിന്റെ ശബ്ദിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ കുട്ടിയുടെ ദീനവിലാപം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് ആ കുട്ടി ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. മറുവശത്തുള്ള ലോഡ്ജുടമയായ ദേവദാസൻ അങ്കിളാണ് സംസാരിക്കണം, ഒച്ച വെക്കരുത്, മാനം പോകുമെന്ന് പറയുന്നത്. അതായത് അയാൾക്കറിയാം, അയാൾ തന്റെ ഇംഗിതത്തിന് വഴക്കാൻ വേണ്ടി മാത്രമാണ് ആ വീട്ടിലേക്ക് വന്നതും ആ കുട്ടിയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുവെന്നും ആ ദൃശ്യങ്ങളിലും ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. നേരത്തെ തന്നെ ആ പെൺകുട്ടി യുവതി മൊഴി നൽകിയിരുന്നു. താൻ ഓൺലൈനിൽ ഗെയിം കളിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് തന്നെ ആക്രമിക്കാനായി, തന്നെ മാനഭംഗപ്പെടുത്താനായി അവർ 3 പേരും അവിടേക്ക് എത്തിയെന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ശബ്ദ ശകലങ്ങളാണ് അതിനകത്തുള്ളത്. ഒരു പെൺകുട്ടിയുടെ ദീനമായ വിലാപം, അത്രമേൽ പരിചിതനായ ഒരാൾ തന്നെ ആക്രമിക്കാനായി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിരോധമാണ് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും സ്വന്തം ജീവൻ പോലും പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്നും ആ കുട്ടിക്ക് ചാടാനുണ്ടായ ഒരു വികാരം അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കൂടുതൽ വ്യക്തമാവുകയാണ്. എന്തായാലും നട്ടെല്ലിനടക്കം അതീവ ഗുരുതരമായ പരിക്കുകളോടെയാണ് ആ കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അന്ന് ആ സ്ഥലത്ത് ആക്രമിക്കാനായി എത്തിയ ദേവദാസ് എന്ന ഉടമയും റിയാസും ഒപ്പം സുരേഷ് എന്നീ ജീവനക്കാരും ഇപ്പോഴും ഒളിവിലാണ്. അവർക്കെതിരെ കേസെടുത്തു. വീട്ടിൽ അതിക്രമിച്ചു കയറുക, മാനഭംഗപ്പെടുത്തുക തുടങ്ങിയ അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തെങ്കിലും 3 പേരെയും ഇപ്പോഴും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 3 ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഇന്ന് മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ പോകുന്നുണ്ട്. ആശുപത്രിയിലെത്തി രഹസ്യമൊഴി രേഖപ്പെടുത്തും. മറ്റ് തെളിവുകൾ CCTV ദൃശ്യങ്ങൾ അടക്കമുണ്ടെങ്കിൽ അവ പരിശോധിക്കും. ഒപ്പം ഏറ്റവും നിർണായകമായ തെളിവ് ഈ ഫോണിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്ന ഈ ദൃശ്യങ്ങളാണ് ഏറ്റവും കൃത്യമായ തെളിവ്. എന്തായാലും പോലീസ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലെങ്കിലും കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നടത്തണം. പ്രതികളെ പിടികൂടാനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന ആവശ്യമാണ് യുവതിയുടെ ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപർണ, അനീഷ്, ഈ എത്ര ദിവസമായി ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഇതുവരെയും പോലീസിന് ഈ 3 പേരെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു. പോലീസ് ഇതിനകത്ത് ഗുരുതര വീഴ്ച കാണിക്കുന്നുണ്ടോ? ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഇവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും കേരള പോലീസിന് കഴിയുന്നില്ല എന്നാണോ?
തീർച്ചയായും മണിക്കൂറുകൾ, അതായത് 3 ദിവസം തന്നെ കഴിഞ്ഞിരിക്കുന്നു ഈ സംഭവം നടന്നിട്ടും. കൃത്യമായി ആദ്യം ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ പെൺകുട്ടി പറഞ്ഞിരുന്നു താൻ ഓൺലൈനിൽ ഗെയിം കളിക്കുമ്പോൾ തനിക്ക് നേരെ ഇത്തരത്തിൽ അധിക്ഷേപത്തിന് ശ്രമമുണ്ടാകുകയും താൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയുമാണ് ഉണ്ടായതെന്ന്. അപ്പോൾ ആ കുട്ടിയുടെ ആരോഗ്യത്തിലെ അങ്ങേയറ്റം മോശമായ ഒരു സാഹചര്യമാണ്. പിന്നീടാണ് വിശദമായി ആ കാര്യങ്ങൾ എന്താണ് അവിടെ നടന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് കൈമാറിയത്. പക്ഷേ അതിനുശേഷവും ഒരു അർഹിക്കുന്ന ഗൌരവത്തോടുകൂടിയുള്ള അന്വേഷണം പ്രതികൾക്കായി പോലീസ് നടത്തുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം കൊടും ക്രിമിനലുകളെ പോലും വേട്ടയാടി പിടിക്കുന്ന പോലീസാണ്, അല്ലെങ്കിൽ ഏത് സങ്കേതത്തിൽ മറയുന്ന പ്രതികളെ ആയാലും ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചൊക്കെ പിടിക്കുന്ന പോലീസാണ്. ഇത്രമേൽ സ്വാധീനമുള്ള ആളുകളെ, ഈ ദേവദാസിനെയും തൊഴിലാളികളെയും പിടികൂടാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പോലീസ് നൽകേണ്ടി വരും. എത്ര വയസ്സ് കൂടിയാണ് ഈ കുട്ടിക്കുള്ളത്? നമുക്ക് ഐഡന്റിറ്റി പുറത്തുവിടാൻ കഴിയില്ല. എത്ര വയസ്സാണ് ഈ കുട്ടിക്കുള്ളത്? 29 വയസ്സുള്ള കുട്ടിയാണ്. 3 മാസം മുമ്പാണ് ഈ മുഖത്തെ ഈ സ്വകാര്യ ലോഡ്ജിൽ ജോലിക്കായി എത്തിയത്. മറ്റ് 2 യുവതികൾ കൂടി ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ ആ ദിവസം ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, ആ താമസ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. ആ താമസ സ്ഥലത്തേക്കാണ് ഈ ദേവദാസ് എന്ന സ്വകാര്യ ലോഡ്ജ് ഉടമയും മറ്റ് 2 ജീവനക്കാർ കൂടി എത്തുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഏതായാലും കേരളം നാണം കെട്ട് നിൽക്കേണ്ട സാഹചര്യമാണ്. പരസ്യമായിട്ടാണ് ഇത് പീഡന ശ്രമത്തിന്റെ അത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ശബ്ദമാണ് ഈ റെക്കോർഡിങ്ങിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത്ര ദിവസമായിട്ടും ഈ സാകേതം എന്ന് പറയുന്ന ലോഡ്ജ് ഉടമയടക്കമുള്ള 3 ജീവനക്കാരെ തൊടാൻ പോലും കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. കൃത്യമായ രീതിയിൽ ഈ കുട്ടി ഈ ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും പോലീസ് എന്താണ് ചെയ്യുന്നത്? കൃത്യമായ രീതിയിൽ ഇതിനകത്ത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടവും ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ വിഷയത്തിനകത്ത് ഏതെങ്കിലും പ്രതിഷേധവുമായി മുന്നോട്ട് വരാനുള്ള സാഹചര്യം പോലുമില്ല. MS അനീഷ്.